Hey my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash and welcome to yet another vlog. ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് മോർണിംഗ് റുട്ടീൻ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എന്താ പറയുക, നമ്മൾ കുറേ നാളെ മോർണിംഗ് റുട്ടീൻ വ്ളോഗ് ഇട്ടിട്ട് നമ്മളിടയ്ക്ക് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ ഒബ്വിയസ്ലി ഇടാറുണ്ട്. ഇങ്ങനത്തെ ചില കുട്ടി റുട്ടീൻസ് ചെയ്തിട്ട് കുറേയായി. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഞാൻ നോക്കി ഇന്ന് നമുക്ക് മോർണിംഗ് റുട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു 7:15 ഞാൻ 7 മണിക്ക് എണീറ്റു. ആൻഡ് ഞാൻ എൻ്റെ രാവിലത്തെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ മോർണിംഗ് റുട്ടീൻ ഉൾപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജിമ്മ്. ഞാനിപ്പോൾ ആക്ച്വലി 4 ദിവസത്തിന് ശേഷമാണ് ജിമ്മിൽ പോണത്. ബിക്കോസ് എനിക്ക് കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്കിന്നിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു തേഴ്സ്ഡേ. അപ്പോൾ തേഴ്സ്ഡേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2-3 ദിവസത്തേക്ക് എന്തായാലും പോകാൻ പറ്റില്ല, വെയിലൊന്നും കൊള്ളാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ സ്കിന്നിൻ്റെ അപ്ഡേറ്റ് ആക്ച്വലി ഞാൻ ഓർത്ത് ഈ മാസത്തോടെ തീർന്നതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. സ്കിന്നിൻ്റെ അപ്ഡേറ്റ് മീൻസ് സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ്, പക്ഷെ തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എനിക്ക് നെക്സ്റ്റ് മന്ത് ഉണ്ട്. പിന്നെ ചെറിയ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഡീപ്പ് സ്കാർസ് എല്ലാം പൊങ്ങിയിട്ടുണ്ട്, പക്ഷെ മേലെ കുറേ കുട്ടി സ്കാർസും ഓപ്പൺ പോസും ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 സിറ്റിങ്ങിൻ്റെ വേറൊരു സൂപ്പർഫിഷ്യൽ ഒരു പീലിംഗ് കൂടി ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ വീണ്ടും എങ്ങനെ വന്നാൽ ഒരു 5 മാസം കൂടി എടുക്കും കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർന്നിട്ടില്ല, ബിക്കോസ് എനിക്ക് കാര്യമായിട്ട് സ്കാർസ് കാര്യങ്ങളുണ്ടായിരുന്നത് കൊണ്ട് തീർന്നിട്ടില്ല. അപ്പോൾ തേഴ്സ്ഡേ നമ്മുടെ സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഫ്രൈഡേ ഞാൻ പോയില്ല. സാറ്റർഡേ എനിക്ക് പീരിയഡ്സ് ആയി. സാറ്റർഡേ അല്ല, എനിക്ക് സൺഡേ ആണ് പീരിയഡ്സ് ആയത്, മാറിപ്പോയി. സൺഡേ പീരിയഡ്സ് ആയി. സൺഡേ പീരിയഡ്സ് ആയതിനു ശേഷം ഇന്നലെ സെക്കൻഡ് ഡേ ആയിരുന്നില്ല. അപ്പോൾ പിന്നെ ഇന്നലെ പോയില്ല. പിന്നെ അത് ഇന്നിപ്പോൾ ഞാൻ പോകാൻ വേണ്ടി പോകാൻ കേട്ടോ. എനിക്ക് 2 ദിവസം കൊണ്ട് യൂഷ്വലി പീരിയഡ്സ് തീരും. എൻ്റെ ഭയങ്കര ഷോർട്ട് പീരിയഡ്സിൻ്റെ പീരീഡാണ് കേട്ടോ. ഭയങ്കര 2 ദിവസമുള്ളൂ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനപ്പോൾ ജിമ്മിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ വേണ്ടി റെഡി ആവണതിന് മുന്നേ ഞാൻ എൻ്റെ വർക്കൗട്ട് ചെയ്യാനുള്ള മുന്നേ ഉള്ള സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ആറാൻ വേണ്ടി വെച്ചിട്ടാണ് ഞാൻ പോണത് കേട്ടോ. അപ്പോൾ ഓട്സ് അല്ലെങ്കിൽ റാഗി ആയിരിക്കും, അങ്ങനെ അതാണ് ഞാൻ യൂഷ്വലി കഴിക്കുന്നത്. കൂടെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ്. സോ നമുക്കത് വേഗം ഉണ്ടാക്കാം. ഇന്ന് ആക്കണത് മൾട്ടിഗ്രെയിൻ ഓട്സ് ആണ് കേട്ടോ. വാവയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് മൾട്ടിഗ്രെയിൻ. ഞങ്ങൾ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോഴേക്കും അവിടെ അച്ഛനമ്മയും ഓൾറെഡി മൾട്ടിഗ്രെയിൻ്റെ ഓട്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി കൊടുക്കാൻ പറ്റില്ല, വയറിന് അത്ര ഹാപ്പി അല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് ഞാൻ അതാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതെ ഓട്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണേ. കുറച്ച് പാലൊഴിക്കും കേട്ടോ. കുറച്ച് പാലൊഴിച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ കാച്ചണത്. സാധാരണ നമ്മൾ ഓട്സ് കാച്ചില്ലേ, അത് തന്നെ. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ സ്റ്റീവിയ ഇടുന്നു എന്നുള്ളത് ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ ഫിൽറ്ററിൽ നിന്ന് വീഴുന്ന വെള്ളമില്ലേ, അത് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തോട് ഞാൻ എൻ്റെ ഓട്സ് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ട് റെഡി ആവാവേ. യെസ്, ഞാനപ്പോൾ ആ ഗ്യാപ്പിൽ വേഗം പോയി റെഡി ആയിട്ടോ. ബിക്കോസ് വർത്താനൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ആടിപ്പാടി നിൽക്കുമ്പോഴത്തേക്കും ലേറ്റ് ആവും. പിന്നെ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തും ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്ന് നാട്ടിൽ പോയേക്കാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഇനി ഇപ്പോൾ 2-3 ദിവസത്തേക്ക്. അപ്പോൾ ഈ ഒരു ടീഷർട്ട് ഇത് പുതിയതാണ്, ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു ടീഷർട്ട് നല്ല ഭംഗിയാണ്. എനിക്ക് ഇങ്ങനത്തെ ബാക്കുള്ളത് ഭയങ്കര ഇഷ്ടം, ഓൾട്ടർനേറ്റ് മതി. അപ്പോൾ ഇതാണ് ടീഷർട്ട്. ആൻഡ് ഓൾസോ ഇതും എന്താ പറയുക, നല്ല രസമുള്ള ലെഗിങ് കേട്ടോ. ഇതിനെ ഫുള്ള് നെറ്റാണ് ഇവിടെ വരെ. എൻ്റെ ക്രിസ് ക്രോസ് വരും. ഇതും ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ബ്ലിങ്കിങ് പറഞ്ഞ ബ്രാൻഡ്. ബ്ലിങ്കിങ്ങിന് എനിക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് ആക്ച്വലി. നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല രസമുള്ള വർക്കൗട്ട് ലെഗിങ്സ് കിട്ടുന്ന ഒരു ബ്രാൻഡാണ് ബ്ലിങ്കിങ്. അപ്പോൾ ഞാനത് വാങ്ങിച്ചതാണ്. അത് നല്ല ഓഫറുണ്ട്. 399 350 ഇത് ഈ ലെഗിങ്സ് ചെയ്തത്. സൂപ്പർ അഫോർഡബിളാണ്. അതുപോലെ തന്നെ നല്ല ഹൈ വേസ്റ്റാണ് ചേട്ടാ. ഇത്രയും പോകും, ഇവിടെ വരെ പോകും. എൻ്റെ പൊക്കിൽ ഇവിടെ എങ്ങാണ്ട് വേണം, ഇത്രയും പോകും. അപ്പോൾ നല്ല കംഫർട്ടബിളാണ്. നമുക്ക് എന്ത് സ്ക്വാട്ട്സ് അങ്ങനത്തെ എന്ത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം തന്നെ എൻ്റെ സ്കിൻ കെയർ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ അണ്ടർ ആം റോളോൺ ഇടുന്നേ. തീർന്നിടാം, എല്ലാ റോളോൺസും തീർന്നു. റോളോണോ ആക്ച്വലി ഓർഡർ ചെയ്യണം, തീർന്നു. മോയ്സ്ചറൈസർ ഇടാം.
ഇന്നും കൂടി എനിക്ക് 5ാമത്തെ ദിവസമല്ലേ, അപ്പം ഇന്നും നാളെയും കൂടി എന്തോ എനിക്ക് സ്കിൻ കെയർ ലൈക്ക് മോയ്സ്ചറൈസർ നമ്മുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് ഇടാനുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ യൂഷ്വലി യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് ഇതിപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള മോയ്സ്ചറൈസറാണ് ഈ സാധനം. ബയോഡർമേൻ്റെ ആണ് സൺസ്ക്രീൻ, വിഷ് കെയറിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇൻവിസിബിൾ സൺസ്ക്രീനാണ്, നല്ല സാധനമാണ് കേട്ടോ. എൻ്റെ അടുത്ത് ചിലപ്പോൾ ഷോർട്സിൻ്റെ അത് ഞാൻ നമുക്ക് പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ സൺസ്ക്രീൻസും ഷാംപൂസും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പറയുമല്ലോ ഇത് നല്ല പ്രൊഡക്റ്റാണ്, എന്നിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഓബ്വിയസ്ലി പറയണത്. പക്ഷെ അപ്പോഴും എന്നിട്ട് പറയും കഴിഞ്ഞ മാസം നിങ്ങൾ വേറെയാണല്ലോ പറഞ്ഞത്, അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾക്ക് മറ്റേ സൺസ്ക്രീൻ ആയിരുന്നല്ലോ ഇഷ്ടം. ഞാൻ എന്തോരം സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പം ഞാൻ മാത്രമല്ല, ഇപ്പം ഞാൻ ക്രിയേറ്റർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നമ്മളല്ലെങ്കിൽ തന്നെ നമ്മൾ പല പല സൺസ്ക്രീൻസും മറിച്ച് യൂസ് ചെയ്യാറില്ലേ. നമ്മൾ ജീവിതകാലം മുഴുവനും ഒരു സൺസ്ക്രീൻ അല്ലല്ലോ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആൾക്കും അയ്യോ ഇതെന്താ ഇവർക്ക് മനസ്സിലാവാത്തേന്ന് ഓർക്കും. ചില എത്ര സൺസ്ക്രീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ഷാംപൂസ് നമ്മൾ മാറ്റി മാറ്റി ട്രൈ ചെയ്യുന്നുണ്ട്, എത്ര പ്രൊഡക്ട്സ്, മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്സ്, ലിപ് ബാം എല്ലാം നമ്മളിപ്പോൾ സാധാരണ ആൾക്കാർ വരെ എല്ലാം ട്രൈ ചെയ്യും, മാറ്റി മാറ്റി പുതിയത് വാങ്ങിച്ചു നോക്കാറില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ആക്ച്വലി ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല സാധനമാണ് വിഷ് കെയറിൻ്റെ സാധനങ്ങളെല്ലാം നല്ലതാണ്. ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകും. ആക്ച്വലി വിഷ് കെയറിന് നല്ല പ്രൊഡക്ട്സ് ഉണ്ടെന്നുള്ളതാണ് സത്യം. ഞാൻ ഇങ്ങനെ വേറെ ബോഡി സൺസ്ക്രീനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് അവരുടെ. ഇതൊക്കെ HA ബോഡി ക്രീം ഉണ്ട്, ബോഡി ബ്രൈറ്റനിങ് ക്രീം ഉണ്ട്, അങ്ങനെ കുറേ സാധനം കേട്ടോ. അത്യാവശ്യം നല്ല വൈഡ് റേഞ്ച് ഓഫ് നല്ല ബോഡി സ്കിൻ കെയർ ഉള്ള ഒരു ബ്രാൻഡാണ് വിഷ് കെയർ. ഓൾസോ ഹെയർ കെയർ ഉണ്ട് കേട്ടോ. ഞാൻ ആ സമയത്താണ് എൻ്റെ ബോഡി സൺസ്ക്രീൻ എടുത്തിട്ടില്ലല്ലോ നോക്കുന്നത്. എടുത്തു വിട്ടെ, വേഗം ഇട്ടെ. വർത്താനം പറഞ്ഞ് നമ്മുടെ സമയം പോകുന്നുണ്ട് എന്നൊരു സംശയം. ഒന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്കുള്ളൂ പോവാൻ. പക്ഷെ പോകാൻ വൈകുമ്പോൾ നമ്മൾ വരാൻ വേണ്ടി വൈകൂലേ, അതുകൊണ്ടാണ് ഞാൻ നിർത്തി പിടിക്കുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും വന്നാൽ പോരല്ലോ. എൻ്റെ ബോഡി സൺസ്ക്രീൻ ആക്ച്വലി തീർന്നു. എനിക്ക് വിഷ് കെയർന്ന് ബോഡി സൺസ്ക്രീൻ ഓർഡർ ചെയ്യേണ്ട സമയമായി. അതാണ് സത്യം. സൺസ്ക്രീൻ ഇട്ടു. ഇനി നമുക്ക് മുടി ഒന്ന് വേഗം കേട്ടോ. ഞാൻ മുടി ആദ്യം ഒരു പോണിറ്റെയിൽ കിട്ടിയതിന് ശേഷമാണ് മുടി ബ്രൈഡ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു പിടുത്തം കിട്ടുന്നല്ല. അപ്പോൾ ഞാൻ ഈ സാധനമാണ് യൂസ് ചെയ്തത്. നമ്മൾ പണ്ട് ഷോർട്സിൻ്റെ ഒക്കെ റിവ്യൂ ചെയ്തിട്ടുള്ള സാധനം. നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പോണിറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനം. ഇങ്ങനെ കൊളുത്തിയിട്ട് നമ്മളിങ്ങനെ ചുറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ അതവിടെ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളൂ. ആക്ച്വലി ഇതൊന്ന് 4 6 അങ്ങനെ എന്താണ്ടുള്ളൂ. അല്ല, അതിൻ്റെ ഒരു പാക്കായിരുന്നു. ഇപ്പം എത്ര എണ്ണം ഉണ്ടെന്ന് ഇപ്പം എൻ്റെ ആകെ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. അതാണ് അതിനേക്കാളും വലിയ കോമഡി. ബാക്കിയൊക്കെ ഇവിടെ പോയി വന്നു. ഇനി നമ്മൾ ബാക്കി മുടി ബ്രൈഡ് ചെയ്തിടും. അപ്പോൾ നമുക്ക് നല്ലൊരു പിടുത്തം കിട്ടും. നമ്മളങ്ങനെ വർക്ക് ചെയ്താലും ഇടയിൽ നിന്ന് മുടി ഒന്നും പോകില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഓർത്തതാണ്, വർക്ക്ഔട്ട് ഹെയർ സ്റ്റൈൽസ് കണ്ടുപിടിച്ചിട്ടാണ് കറക്റ്റ് ആയിരുന്നു ഇന്നലെ. പക്ഷേ ഞാൻ മറന്നു. ഓക്കെ, നമുക്കിങ്ങനെ മുടി ആയിട്ട് ശേഷം അവിടെ പറഞ്ഞു നൽകാം. സെറ്റ്. നമുക്കൊന്ന് ഐബ്രോസും ചെയ്തൊന്ന് ലിപ്സ്റ്റിക് കൂടാം. ഐബ്രോസ് ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തു. ലിപ്സ്റ്റിക് ആയിരുന്നത് എൻവൈബിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് മഗ്സ് ആൻഡ് ഹഗ്സ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇതാണ് ഞാൻ ഇടുന്നത്. എൻ്റെ ജിം ബാഗിൽ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു കേട്ടോ. ഷൂ, സോക്സ്, ഗ്ലൗസ്, ടവല്, വെള്ളം, ഫോണ്, ഹെഡ്സെറ്റ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചു. ഇനിയുള്ള ആകെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചൂടാറി മാറ്റി വെച്ചേക്കുന്ന ഡ്രിങ്ക് നമുക്കെടുത്ത് കുടിക്കണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ വേഗം എടുത്ത് കുടിക്കട്ടെ. എന്നിട്ട് പോകാം. ഇതും കൂടി കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓടുകയായി. ബിക്കോസ് നമ്മൾ യൂഷ്വലി ഇറങ്ങുന്ന സമയത്തിന് കളയുന്ന ലേറ്റായി. ആക്ച്വലി ഇന്ന് ഉണ്ണിക്കുട്ടിക്ക് സ്കൂള് ഉണ്ട്.
സ്കൂൾ പൂട്ടിട്ടില്ല. അവൻ ഈ തേഴ്സ്ഡേ ആണ് സ്കൂൾ പൂട്ടണേ. പക്ഷെ ഇന്നലെ അവൻ കളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ഒരു ചൂട് മാതിരി, ഭയങ്കര ക്ഷീണം മാതിരി അങ്ങനെ. അപ്പോൾ പിന്നെ ഇന്ന് അങ്ങോട്ട് വിട്ടില്ല. വലിയ കുഴപ്പമൊന്നുമില്ല, പനിയൊന്നുമില്ല, പക്ഷെ ഭയങ്കര ക്ഷീണം അവന്. അപ്പോൾ പിന്നെ അങ്ങനെ യൂഷ്വലി കാണിക്കാറില്ല. അപ്പം നമുക്ക് ഇവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു. എക്സാം ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ക്ലാസ്സിൽ വിട്ടിട്ടൊന്നും ചിന്തയും നമുക്കുണ്ടല്ലോ അതിൻ്റെ കൂടെ. എക്സാം ഒക്കെ 2 ആഴ്ച മുന്നേ കഴിഞ്ഞു. ഇപ്പം എന്തിനോ വെറുതെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. 4th സ്റ്റാൻഡേർഡ് തൊട്ട് ഉള്ള പിള്ളേർക്ക് ക്ലാസ് ഓൾറെഡി പൂട്ടി. ഈ പീക്കിരി പിള്ളേരെയാണ് ഇപ്പോൾ അവരോട് പിടിച്ചിരുത്തിയേക്കണത്. പിന്നെ അതിൻ്റെ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു, നിൽക്കട്ടെ എന്ന് ചോദിച്ചു. അതുകൊണ്ട് അവനെ എണീറ്റിട്ടില്ല. അപ്പോൾ യൂഷ്വലി അവനെ വിടാൻ വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ആ സമയത്ത് അങ്ങോട്ട് നമ്മൾ ഇറങ്ങുമല്ലോ. ആ ടൈം കറക്റ്റ് എല്ലാം അങ്ങോട്ട് പോകും. ഇതിപ്പോൾ അവനോടെ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടാണ് ഞാനും ജിമ്മിലേക്ക് ഇറങ്ങാൻ വേണ്ടി ലേറ്റ് ആണ്. 8 മണിയാവാറായി. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി. ഇനി നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ എന്നാൽ എൻ്റെ ഫ്രണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പടപടി എന്ന് നമ്മൾ ജിമ്മിലേക്ക് പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ. ഞാനാണെങ്കിലേ ഇറങ്ങുന്നതിന് മുന്നേ ജാക്കറ്റ് എടുക്കാനും മറന്നുപോയി. പക്ഷേ ഓൾറെഡി ലേറ്റ് ആയില്ലേ. ഇനിയിപ്പോൾ എനിക്ക് തിരിച്ച് കയറാനൊന്നും വയ്യ. നല്ല വെയിലായിരിക്കും തിരിച്ച് വരുമ്പോഴത്തേക്കും. പക്ഷേ എന്ത് ചെയ്യാനാ, സാരില്ല, അടുത്തല്ലേ, കുഴപ്പമില്ല. ചൊറിയുന്നുള്ളത് ഓർക്കുമ്പോഴാണ് അതിനേക്കാളും വലിയ സംഭവം. ഞാൻ പറഞ്ഞില്ല എനിക്ക് സൺ അലർജി ഉണ്ട്. അപ്പോൾ വെയിലടിച്ച് കഴിയുമ്പോൾ എനിക്ക് ചൊറിയാൻ തുടങ്ങും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ചൂടിനേക്കാളും. സാരില്ല, നമുക്കിപ്പോൾ വേഗം ഇറങ്ങാം. ഇത് എൻ്റെ പുതിയ ഹെൽമെറ്റാണ് കേട്ടോ. എന്തിട്ടെന്ന് വെച്ചാൽ നമ്മളന്ന് മോളിൽ വെച്ചിട്ട് വീണില്ലേ, ആക്സിഡൻ്റ് ആയില്ലേ. അപ്പോൾ ഞാൻ അവിടെ വണ്ടി വെച്ചിട്ടല്ലേ വന്നത്. ആ ഗ്യാപ്പിൽ ആരും അത് അടിച്ച് മാറ്റിക്കൊണ്ട് പോയി. ഭയങ്കര മിടുക്കന്മാരാട്ടോ. ആ ഗ്യാപ്പിൽ അടിച്ചിട്ട് പോകണമെങ്കിൽ ആരായിരിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ ഹെൽമെറ്റ് എടുത്തത്. അപ്പോൾ പുതിയതാണ്. അപ്പം നമുക്ക് പോവാം. യെസ്, അപ്പോൾ നമ്മൾ ജിമ്മിലെത്തി. അവിടെ വേഗം പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജിമ്മിൽ ബിൽഡിങ് വന്നിട്ട് പുതിയ ബിൽഡിംഗാണെന്ന് ഞാൻ മനസ്സിലായി. ഇത് ബാക്കി ഫ്ലോറിൻ്റെ പണിയൊന്നും കഴിയാത്തത് കൊണ്ട് ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 3ാമത്തെ ഫ്ലോർ വരെ ഇങ്ങനെ നടന്ന് കയറണം. ഭയങ്കര ടാസ്ക്. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മളുടെ ഏകദേശം വാമപ്പ് കഴിഞ്ഞൊരു ഫീലാണ്. അപ്പോൾ ഇത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട്. ഇനിയും 2 മാസം എടുക്കുന്നതാണ് പറഞ്ഞത് വെച്ചാൽ ബാക്കി ഫ്ലോറിൽ പണി നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. കേട്ടോ, 2ാമത്തെ ഫ്ലോറാണ്. അപ്പം ഇങ്ങനെ ഇതാണ് അവസ്ഥ ലിഫ്റ്റിൻ്റെയൊക്കെ. അപ്പോൾ ഇതൊന്നും ആവാത്തതുകൊണ്ട് ലിഫ്റ്റില്ല. അതുകൊണ്ട് നമുക്ക് നടന്ന് പോകാം. വേറെ ഒരു വഴിയുമില്ല മക്കളെ. നമ്മൾ അവിടെ എത്തുമ്പോൾ ബ്രെത്ത്ലെസ് ആവുന്നുള്ളതാണ് സത്യം. അങ്ങനെ നടന്ന് നമ്മളിവിടെ എത്തി. ഇനി അകത്തേക്ക് പോകാം. അങ്ങനെ നമ്മളുടെ ഡ്രസ്സിംഗ് റൂമിൽ ഫാൻ വെച്ചിരിക്കുകയാണ് ബോയ്സ്. എന്ത് സമാധാനം. ഓക്കെ, ഭയങ്കര ഇരുട്ടാണല്ലോ. യെസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. കാലിയനാണെങ്കിൽ നല്ല ചാൻസിലാവും. ഇത് വേണ്ട, നിറച്ചിങ്ങനെ സ്ട്രിങ്സ്, നല്ല രസമാണ്. എനിക്ക് ഇഷ്ടം. കംഫർട്ടബിൾ ആട്ടോ, ഭയങ്കര കംഫർട്ടബിളാണ്. കഴിഞ്ഞ ടയർഡായ അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിട്ടോ. ഞാൻ ആക്ച്വലി ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ട്രൈപോഡ് എടുത്തിട്ട് വരണം എന്ന് ചോദിച്ചതാണ്. വർക്കൗട്ട് ചെയ്യണ റുട്ടീൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രൈപോഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി. നമ്മൾ ആളുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, എടുത്ത് തരുമോ. എനിക്കാണെങ്കിൽ ചോദിക്കാൻ ഭയങ്കര മടിയാണ്. ബിക്കോസ് അങ്ങനെ ഓരോ ദിവസം ഓരോ വർക്കൗട്ട് നമ്മൾ കൊണ്ട് കറക്റ്റ് ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 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 ഇടയ്ക്കൊരു ബ്രേക്ക് മാതിരിയാണല്ലോ വീഡിയോ എടുക്കുന്നത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രൈപോഡ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് ഞാൻ മൊത്തത്തിൽ മറന്നുപോയി. ഞാൻ മാസ്ക് എടുക്കണമെന്ന് വിചാരിച്ച്, ട്രൈപോഡ് എടുക്കണമെന്ന് വിചാരിച്ച്, ജാക്കറ്റ് ഇടണമെന്ന് വിചാരിച്ച്, എല്ലാം മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് നമ്മൾ വർക്കൗട്ട് റുട്ടീനൊന്നും കാണിക്കാത്തത്. അടുത്ത പ്രാവശ്യം ഡെഫിനറ്റ് ആണ് നമ്മൾ വർക്കൗട്ട് റുട്ടീൻ കാണിക്കുന്നത് അല്ലേ. നമ്മുടെ അരച്ച് ഞങ്ങൾ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇത്തിരി മടിയായി. നേരത്തെ അങ്ങോട്ട് തീർത്തു. അങ്ങനല്ല, ഒരു ഒരെണ്ണം കൂടി മാത്രം ബാക്കിയുണ്ടല്ലോ. അതൊക്കെ നമ്മൾ കാർഡിയോയിൽ വരണം, സ്കിപ്പ് ചെയ്തു അല്ലടാ. അത്രയൊക്കെ കാർഡിയോ ചെയ്യുമ്പോൾ ബോറടിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ കാലിൻ്റെ ഈ പ്രശ്നം ഓക്കെ വരണോണ്ട് കാർഡിയൊക്കെ ഭയങ്കര സ്ലോ ആ. 3 ഞാൻ നോക്കണേ, എഴുതിയോ നമുക്ക് ബോറടിച്ച് മതിയാവും. അപ്പോൾ അത് 20 മിനിറ്റ്സ് ചെയ്യണം. നടക്കണം, 10 മിനിറ്റ് നടക്കണം, പിന്നെ ഇൻക്ലൈൻ ഇടണം, പിന്നെ നടക്കണം. അപ്പോൾ ഇങ്ങനെ പയ്യെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ബോറടിച്ചിട്ട് വയ്യ. അപ്പോൾ പിന്നെ അങ്ങനെ പയ്യെ സ്റ്റോപ്പ് ചെയ്ത് സൈക്ലിങ് ചെയ്ത് തൽക്കാലം നിർത്തി. എനിക്ക് മസിലൊക്കെ വന്നോ ഗൈസ്? വന്നല്ലോ എനിക്ക് മസിൽ? വന്നില്ലല്ലേ? മസിൽ വരത്താം.
അത് ഇങ്ങോട്ട് വന്ന് കയറുന്ന മുന്നേ ബസ്സിൽ കിട്ടും. കുറച്ച് അത്ര പെട്ടെന്ന് ബസ്സിൽ കിട്ടാറില്ല. വന്ന് കയറുമ്പോ തന്നെ ബസ്സിൽ ഉണ്ടാക്കുന്ന വിദ്യ ഞങ്ങൾക്ക് അറിയില്ല സാർ. അപ്പൊ ഇങ്ങനെ ഭയങ്കര ചൂടാട്ടോ. നമ്മളുടെ ഇവിടെ ബിൽഡിങ്ങിൽ നമുക്ക് ഒന്നാമത് ലിഫ്റ്റ് ഇല്ല. അതിന്റെ ടൈമിൽ ഇവിടെ കറണ്ടൊന്നും കിട്ടിയില്ല. കറണ്ടൊക്കെ കിട്ടാത്തതുകൊണ്ട് വേർത്ത് എ സി ഇല്ല. മനസ്സോ അത് ശരി. പവർ കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഫാൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഭയങ്കര ചൂടാ. അത് നമുക്ക് ബാംഗ്ലൂരിൽ ഈ പ്രാവശ്യം ഭയങ്കര ചൂടാ. എക്സ്ട്രീം ഭയങ്കര ചൂടാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഏകദേശം ചൂടാണ്. അത്രയും നമ്മൾ സ്വെറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. പുറത്തൊക്കെ ഭയങ്കര വെയിലാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത്രയും വർക്കൗട്ട്, ഏറ്റവും മുകളിലത്തെ ഫ്ലോറ് ക്ലോസ്ഡ്, എല്ലാം കൂടി ഉണ്ടല്ലോ. അത് ഏകദേശം തീരുമാനമോ ഞാൻ ഉറക്കാം. അണ്ടർഗ്രൗണ്ടിലേക്കായിരുന്നു ജിമ്മെങ്കിൽ അപ്പോഴാൻ മതിയായിരുന്നു. പിന്നെ തിരിച്ചു കയറുന്ന നോക്കുമ്പോ വേണ്ട, വർക്കൗട്ട് ചെയ്തിട്ട് തിരിച്ചു കയറാൻ പറ്റില്ല. ഇതിപ്പോ വർക്കൗട്ട് ചെയ്യണ മുന്നേ കയറുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഭയങ്കര പാടാണ്. പിന്നെ നമ്മള് ഇവിടെ നിന്ന് എന്താ ബാഗ് എടുത്തിട്ട് ഷുഗർ കൂരി നമ്മൾ വീട്ടിൽ പോവുകയാണ്. കുട്ടികളെ ഷോപ്പിംഗ് ഉണ്ടോ? ഉണ്ട്. എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാൻ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും. യെസ്, അങ്ങനെ ഞങ്ങൾ 18-ാം പടിയല്ല 10,000-20,000 പടി ചവിട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുസിന്റെ അമ്മേ, പുറത്ത് എന്താ വെയിലെന്നറിയോ. ഇനി ഇവിടെ നിന്ന് നമുക്ക്, നീ ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങിക്കണേ? ഓ, അവിടെ നിന്ന്. ഓക്കെ, എനിക്കിവിടെ ഈക്കോന്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ്, നമ്മുടെ ബോഡി ബിൽഡിങ് അതും കൂടി വാങ്ങിച്ചിട്ട് വേണം പോവാൻ. ഞാനവിടെ പച്ചക്കറി വാങ്ങിക്കാനാണ്. പക്ഷേ ഈ സാധനം എടുത്തു, പിന്നെ ഇതും. ആ, നല്ല പഴുത്തായതാ? ആ, അല്ലല്ല. ആ ആ ആ, ഒന്നൊന്നു. ആ, പിന്നെ ബില്ല് ചെയ്യണ സമയത്ത് ഞാൻ ജസ്റ്റ് അവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഞാവൽപ്പഴമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഭയങ്കര റേറ്റാണ്. അപ്പോൾ റേറ്റ് ഒന്ന് കുറഞ്ഞിട്ട് വാങ്ങാമല്ലോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം. പിന്നെ ഞാൻ എൻ്റെ ബാക്കി വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഹായ്, ഓക്കെ, നമ്മൾ അങ്ങനെ ലിഫ്റ്റ് ഉണ്ട്, ഒരു മിനിറ്റ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കൊണ്ടിരിക്കുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം വീട്ടിലെത്തി. ഇപ്പം ഞാൻ ജിമ്മിൽ പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴും മാസ്ക് ഇട്ടിട്ടാണ് പോകുന്നത്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര പൊടിയാണ് അവിടെ എല്ലായിടത്തും. കൺസ്ട്രക്ഷൻ കാരണം പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പൊടിയാണ്. അപ്പോൾ അവർക്ക് ഒട്ടും സേഫ് അല്ല. അതുകൊണ്ട് ഇങ്ങനെ മാസ്ക് ഇടാന്ന് വെച്ചിട്ട് ഇപ്പൊ ഫുൾ ടൈം മാസ്ക് ഇടുന്നത് പുറത്ത് പോകുമ്പോൾ മോസ്റ്റ്ലി. അപ്പൊ നമുക്ക് എത്തി, ഇനി നമുക്ക് ഇറങ്ങാം. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് കയ്യില്? എണീറ്റോ? ഗുഡ് മോർണിംഗ് ആയോ? ഗുഡ് മോർണിംഗ്. ബ്രഷ് ചെയ്തോ? ആ, ഒന്ന് മെഹന്തി കാണിച്ച പൊടിച്ചിന്റെ മെഹന്തി കണ്ടോ? ഞങ്ങൾ ഇന്നലെ ഇട്ടതാണ് അല്ലേ? മറ്റേ കൈ വാ ചുന്തടി. ബനാന പഴുത്തിട്ടില്ലടാ, ഇച്ചിരി കൊണ്ട് പഴുക്കണോ? അത് നാളത്തേക്ക് ശരിയാവും ബനാന. ഇപ്പോഴേ വേണം. എന്റെ ദൈവമേ, ശരിയെന്നാ. ഉണ്ണമ്മാ, അടി രാവിലെ നിന്റെ ഫോണാണോ അടി? കണ്ണിട്ട് കുത്തട്ടെ നിന്നെ? കണ്ണി കുത്തട്ടെ? എവിടെ നിന്റെ കണ്ണ്? കണ്ണ് കുത്തട്ടെ, കണ്ണ്. എന്താ സ്കൂളിൽ പോവാത്തെ? ഓഹോ, ഇപ്പൊ അങ്ങനെ അല്ലേ? അത് എത്ര നേരം ഈ ഫോൺ കാണാൻ തുടങ്ങിട്ട്? ഹാഫ് ആൻ അവർ. ഓക്കെ, 10:30 നിർത്തണേ. പിന്നെ 15 പൊക്കണത്. ബൂബുട്ടിനൂടെ ബ്രഷ് ചെയ്യിച്ചിട്ട് ഇരുത്തിയേക്കാണ്. അമ്മ മാക്സിമം നോക്കിയതാണ് അവിടെ പല്ലിയേപ്പിക്കാൻ വേണ്ടിട്ട്. പക്ഷെ നമ്മള് പല്ല് തേച്ചോ? ഇപ്പഴല്ലേ പല്ല് തേച്ചല്ലോ? അമ്മീമ്മി പറഞ്ഞിട്ട് പല്ല് തേച്ചോ? ഇല്ല. ആ, ഇപ്പൊ ഞാൻ ഓടിച്ചിട്ട് പിടിച്ച് പല്ലിയേപ്പിച്ചതാണ് അല്ലേ? ആ, അമ്മ എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മളുടെ അപ്പാർട്ട്മെന്റിൽ നടക്കാൻ വേണ്ടി പോകും. ഇരിക്കാം നടക്കാൻ വേണ്ടി പോകും. അപ്പൊ അമ്മ എൻ്റെ ഒരു ഭാവന തന്നിട്ട് പോയി, ഇവിടെ ആക്കിയിട്ട് പോയി. അപ്പൊ ഇനിയിപ്പോ ഇവൾക്ക് ഭക്ഷണം കൊടുക്കണം, ഞാൻ ഭക്ഷണം കഴിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ പരിപാടി. യൂഷ്വലി അമ്മ രാവിലെ ഇവൾക്കും കൂടി ഭക്ഷണം കൊടുത്തിട്ടാണ് പോണത്.
ഇവൾ എണീക്കണ പോലെ ചിലപ്പോൾ ഇവള് ലേറ്റ് ആയിട്ടൊക്കെ എണീക്കും, 10-10:30 ചിലപ്പോൾ എണീക്കണത്. അപ്പൊ ഇന്നിപ്പോ കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് എന്ത് ചോദിച്ചു വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ കൊടുത്തോളാം പൊക്കോളാൻ പറഞ്ഞു നടക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനും വാവയും കൂടി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കോ. വാവയ്ക്ക് ഇന്ന് രാവിലെ ഓട്സ് ആണ് അല്ലേ വാവ? ഞാൻ ഇവിടെ ഇരിക്കുക, ഇതല്ലേ എന്റെ പ്ലേസ്. ഹായ് യമ്മി ഓട്സ്. ബേബിയുടെ പിസ്സ കാണിച്ചു കൊടുക്ക, പിസ്സ. അപ്പൊ അമ്മ പ്ലേറ്റ് എടുത്ത് തരട്ടെ. പിസ്സ ഇത് ആണെങ്കിൽ വിഴുങ്ങു. കാക്കി തരാം. നമ്മൾ കാക്കി ഇപ്പൊ കാണാറില്ലല്ലോ. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ. മുട്ടക്കറി നമ്മൾ ഇങ്ങനെ വെക്കാറുണ്ട്, സ്ക്രാമ്പിൾഡ് ആയിട്ട്. അപ്പൊ ചപ്പാത്തിയും സ്ക്രാമ്പിൾഡ് മുട്ടക്കറിയാണ്. യമ്മി യമ്മി ചപ്പാത്തി തിന്നാലോ. കഴിക്കാം പാപ്പം. കഴിക്കാം. ചേച്ചി ഞങ്ങള് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ചെറിയൊരു ഒതുക്കലും കൂടെ ഒതുക്കി. ഒന്നുമില്ല, അങ്ങനെ താഴത്ത് വന്ന ടോയ്സ് ഒക്കെ എടുത്ത് മാറിട്ടു. മെയ്ഡ് വന്നിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ചെരുപ്പ്, വാവയുടെ ചെരുപ്പുകളൊക്കെ എടുത്ത് വെച്ചു. അങ്ങനത്തെ ചെറ്റേന്ന് ചെറിയ ഒതുക്കലുകൾ അത്ര. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കിയിട്ടു. ഇനി എന്താ ചെയ്യേണ്ടി പോണെന്ന് വെച്ചാൽ കുളിക്കാൻ വേണ്ടി പോവാണ്. ഒരു മാസ്ക് ഇടാനുണ്ട്. മാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ ഹെയർ ഫോളിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഹെയർ ഫോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്റെ മുടി പകുതിയായി പോയി. അപ്പൊ സിവിയർ ഹെയർ ഫോൾ ആയിരുന്നു എനിക്ക് ഫുഡ് പോയിസണിന് ശേഷം വന്നത്. ഓൾസോ നമ്മളുടെ ഒരു ഡിസംബർ സമയത്ത് വിന്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടിയാണ് നമുക്ക് ഈ ഫുഡ് പോയിസണിങ് വന്നത്. അപ്പോ ഞാൻ മറന്നിരിക്കുന്ന ഒരു മാസ്ക് ആയിരുന്നു എഗ് മാസ്ക്. എഗ് മാസ്ക് ഇട്ടാൽ നമ്മളുടെ ഹെയർ നല്ലോണം വളരുകയും ചെയ്യും. പെട്ടെന്ന് ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോ ഇവിടെ സപ്ലിമെന്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ലെവൽ വരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും നന്നായിട്ട് മുടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് വേറെ ഹെയർ മാസ്കുകള്, ഹെയർ ഓയിലിംഗ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പരിധി വിട്ട് എന്നെ ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ഹെയർ മാസ്ക് പണ്ട് നമ്മൾ ഒത്തിരി കൊല്ലം മുന്നേ 2019-ലോ 18-ലോ നമ്മൾ ഇട്ടതാണ് ഈ എഗ് മാസ്ക്. അതായത് മുട്ടയും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് വിസ്ക് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിനു ശേഷം നമ്മുടെ ഹെയർ സ്കാൽപ്പിലും മുടിയിലും തേച്ച് വെച്ചിട്ട് കുളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ആക്ച്വലി എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തത്. ഒറ്റയടിക്കാണ് മുടി കൊഴിച്ചു നിന്നത്. അതായത് സിവിയർ ഹെയർ ഫോൾ ഉണ്ടെന്ന സമയത്ത് ഞാൻ 2 ദിവസം അടുപ്പിച്ച് അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൺട്രോൾഡായി, നല്ലോണം കൺട്രോൾഡായി. അപ്പൊ ഞാനത് എനിക്കിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ മാസ്ക് ഇടാൻ പാടുള്ളൂ. അപ്പൊ ഇന്നിപ്പോ എനിക്ക് മാസ്ക് ഇന്ന ദിവസമാണ്. അപ്പൊ നമുക്ക് മാസ്ക് പ്രിപ്പയർ ചെയ്യാം. 2 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. എന്റെ മുടി ലെങ്തി ആയതുകൊണ്ടാണ് 2 എടുക്കുന്നത്. ഒരു മീഡിയം ലെങ്ത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരൊറ്റ മുട്ടയുടെ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഞാനിപ്പോ ലെങ്ത്തിലേക്കും എനിക്ക് ലെങ്ത് നീളം ഹിപ്പ് വരെ മുടി ഉള്ളത് കൊണ്ടാണ് ഞാൻ 2 എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലെങ്ത്തും വോളിയൂമും അനുസരിച്ച് മാത്രം മുടി ലൈക്ക് മുട്ടയുടെ എണ്ണം കൂട്ടിയാൽ മതി. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇവിടെ ഇരിക്കണ്ടാമ ഇപ്പൊ തന്നെ നമ്മൾ ഇറങ്ങൂടാ. അങ്ങനെ നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ബൗളിലേക്ക്. അതിനുശേഷം 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അതായത് ഒരു മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂണാണ് ഒഴിക്കണത്. അപ്പോൾ 2 മുട്ട എടുത്തുകൊണ്ട് 4 ടേബിൾ സ്പൂൺ. അപ്പോൾ നന്നായിട്ട് അത് നമ്മൾ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഹാൻഡ് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ്സ്, മാക്സിമം 15 മിനിറ്റ്സ് മതി. അതിന് ഉള്ളിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുക. മുട്ടമണം എന്ന് പേടിയുള്ളവർക്ക് ലൈറ്റായിട്ട് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴിക്കണം കേട്ടോ. ഇത് മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള നല്ലൊരു ഹെയർ മാസ്ക് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കണ്ടോ, ഇത് ഭയങ്കര ഡ്രൂളി ആയിട്ടുള്ള ഒരു മാസ്ക് ആണ് അമ്മേൻ്റെ എനിക്ക് കിട്ടുന്നത് അല്ലേ മമ്മി? അതെ, ബേബിയും അതെ ബേബി അതെ കേട്ടോ. അത് ചേച്ചി ഒന്നിരുന്ന ചേച്ചി എന്ത് പറ്റി? ഇറങ്ങിത്തരാമല്ലോ വാ, ഇവിടെ ഇരിക്കണം. നമ്മളുടെ സ്കാൽപ്പിലും നന്നായിട്ട് പിടിപ്പിക്കണം, തേച്ച് പിടിപ്പിക്കണം. ആൻഡ് ഓൾസോ മുടിയിലും കേട്ടോ. നമ്മൾ
വർഷങ്ങൾ മുന്നേ 5 വർഷം മുന്നേ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അത് ഞാൻ പറയായിരുന്നത് പുതിയ ആൾക്കാർക്ക്. അതെ, ഭയങ്കര എഫക്റ്റീവ് ആണ്. പെട്ടെന്ന് ഹെയർ ഫോള് പടക്ക് എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാനും പ്രാവശ്യം കൊണ്ട് തന്നെ നല്ല ചേഞ്ച് വരും. എന്തോരം മുടി പോയതാന്ന് അറിയാം. എൻ്റെ അടുത്ത് അമ്മ അവസാനം പറഞ്ഞു, ഞാനും അമ്മയടുത്ത് പറഞ്ഞു, അമ്മയ്ക്കും സെയിം തോട്ട്സ് തന്നെയായിരുന്നു. ഞാൻ പിന്നെ മുടി ഭയങ്കര പോവുകയാണെങ്കിൽ ഞാൻ ഷോൾഡർ വെച്ച് വെട്ടുകിട്ടോന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞ അമ്മ അത് തന്നെ പറയാൻ വേണ്ടിയിരിക്കണേന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അത്രയും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഹെയർ ഫോൾ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വെറുതെ നീളത്തിൽ മാത്രം ഇട്ടിട്ട് നടക്കാൻ നമുക്ക് മനസ്സ് വരില്ലല്ലോ, നന്നായിട്ട് മുടി ഉണ്ടായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ മുടി വെട്ടുകൂട്ടോന്ന് പറഞ്ഞു, ഷോർട്ട് ആക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, ഒത്തിരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ പാല് പോലെ വെച്ചോണ്ട് നടക്കരുതിട്ടോ വെച്ചാൽ അത്രയും മുടിയേ. പക്ഷെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടോ, നമ്മൾ വിചാരിച്ചാലും മനോഹരമായിട്ട് കൺട്രോൾഡ് ആയില്ലേ അമ്മ? അതെ അതെ അതെ, നല്ല ഹെയർ ഫോൾ ഉള്ള ഒരു വീക്കിലി വൺസ് ഇത് ചെയ്യുന്ന വളരെ നന്നായിരിക്കും. അത് തന്നെ, വീക്കിലി വൺസ് ചെയ്താൽ മതിട്ടോ. ബിക്കോസ് മാസ്ക് ആണ്, നല്ല അടിപൊളി മാസ്ക് ആണ്, നന്നായിട്ട് വർക്ക് ആവും. പെട്ടെന്ന് നമുക്കൊരു കൺട്രോൾ കിട്ടാൻ വേണ്ടി ഭയങ്കര അടിപൊളിയാണ്. പിന്നെ സൈനസും കോൾഡും ഒക്കെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാനായിട്ട്. അതൊക്കെ ഉള്ളവരൊക്കെ സൂക്ഷിക്കണം ചെയ്യാൻ. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത മുട്ട എടുത്ത് ചെയ്യരുത്. അങ്ങനെയൊക്കെ തണുപ്പ് മാറാനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് താഴെ വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഹെയർ മാസ്ക് ഇട്ടിട്ട് 50 minutes ആയി. ഇനി ഞാൻ പോയി കുളിക്കാൻ വേണ്ടി പോകണം. കൂടെ മാവേനെയും കുളിപ്പിക്കണം. മാവേനെയും അവിടെ എണ്ണ തേച്ച് നിർത്തിയിട്ടുണ്ട്. കറങ്ങി നടക്കണം, അങ്ങനെ കറങ്ങി അല്ലേ പഠിച്ചി? കറങ്ങി നടക്കണല്ലേ നീ? ചട്ടാമ്പി ചട്ടാമ്പി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു നമ്മൾ രണ്ടുപേരും ചാച്ചിയാണോ ചെയ്തത്? ഇപ്പൊ കുളിച്ചില്ലേ? തുന്തിരി ആയില്ലേ? വെച്ച് മാറിയില്ലേ? എണ്ണയിടാൻ വിളിച്ചിട്ട് ഭയങ്കര കുസ്തിയായിരുന്നു അല്ലേ? എന്തിനും ഉള്ളിട്ട് എത്തുന്നതാണോ? മടി എന്താ മടി? അത് നല്ല തേക്കാം. അപ്പൊ അങ്ങനെ ഞാനും വാവയും കുളിച്ചു വന്നിട്ട് ഞാൻ കുളിക്കാണ്ട് നമുക്ക് അമ്മ അയ്യോ മോനെ ബാത്റൂമിൽ വന്ന് നോക്ക്, ബാത്റൂമിൽ എന്താണെന്ന് അറിയില്ല, വല്ലാത്ത സ്മെല്ല് നോക്കുമ്പോ ഭയങ്കര സ്മെല്ല്. അപ്പൊ ഞാൻ വന്ന് ബാത്റൂമില് എന്ത് സ്മെൽ, ഒരു മാതിരി സ്മെല്ല് കേട്ടോ, നമ്മൾ യൂഷ്വൽ മണമല്ല, പക്ഷെ ഭയങ്കര സ്റ്റിങ്കി കൂടുതൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കഴുകാം, ഒരു മിനിറ്റ് ഞാൻ നിങ്ങളുടെ ബാത്റൂം കഴുകാന്ന് പറഞ്ഞിട്ട് സൺഡേ ആക്ച്വലി കഴുകിയതാണ്. ഇന്നിപ്പോ ട്യൂസ്ഡേ അല്ലേ, അപ്പൊ കഴുകിയിട്ട് ഒരു മണം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മതി എന്നിട്ട് അങ്ങനെ ആ മണ്ണ് നിൽക്കുകയാണ്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഉണ്ണിക്കുട്ടി ഇന്നലെ ഹോളി ആയിരുന്നു ഇവിടെ. അപ്പൊ ഹോളി കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എന്റെ സ്കിന്നിന്റെ ഇങ്ങനെ ചെയ്തിരിക്കണമെന്ന് എനിക്ക് കളിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഹോളിക്ക് പോയിട്ട് ആ കളറ് ആ ഉടുപ്പ് അങ്ങനെ നനഞ്ഞ കുതിർന്ന വന്നേ, നനഞ്ഞ ഡ്രസ്സ് അവിടെ ഇട്ടിരിക്കുന്നു. ആ ഹോളി കളേഴ്സിന്റെ നനഞ്ഞ ഡ്രസ്സും കൂടി ഒരുമിച്ച് മിക്സ് ആയിട്ടുണ്ടല്ലോ. ഈ ദൂരം ഒത്തിരി പറയുന്നത് അറിയാം. യൂഷ്വലി നനഞ്ഞ ഡ്രസ്സ് അവിടെ നമ്മൾ വൈകുന്നേരം ഇടുന്നതാണ്. ചിലപ്പോ ഇങ്ങനെ ഈ സ്വിമ്മിങ്ങിനൊക്കെ പോയിട്ടുള്ള ഡ്രസ്സില്ല, അതവിടെ ഇടുമ്പോൾ അപ്പൊ പിറ്റേ ദിവസം നമ്മൾ അലക്കണതിന്റെ കൂടെ എടുക്കും. പക്ഷെ ഈ ഹോളി കളേഴ്സും കൂടി മിക്സ് ചെയ്തിട്ടാണെന്ന് അറിയില്ല, ദൈവമേ നാറ്റം വന്നിട്ട് വയ്യായിരുന്നു. അപ്പൊ അതെടുത്ത് പിന്നെ ഹാൻഡ് വാഷ് ചെയ്ത് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അത് വാഷിംഗ് മെഷീൻ ഇട്ട് കഴിക്കാൻ അതിന്റെ മണം വരുള്ളൂ. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പൊ ഇനി എന്താ പറയുന്നത് വെച്ചാൽ സ്കിൻ കെയർ ആണ്. ഒന്നുമില്ല, നമ്മൾ രാവിലെ ചെയ്ത സ്കിൻ കെയർ തന്നെയാണ്. ആൻഡ് ഹെയറിന് വേണ്ടിയിട്ട് നമ്മുടെ എന്താ പേര്, സീറമായിട്ട് ഞാൻ ഈ ബയോളജിന്റെ യൂസ് ചെയ്തത്. എത്രാമത്തെ ബോട്ടിലാണെന്ന് എനിക്ക് തന്നെ അറിയില്ല, 3 എന്താണ്, 3ാമത്തെ 4ാമത്തെ എന്താണോ, നല്ല സാധനം ഇത്. അപ്പൊ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഇന്നത്തെ സ്കിൻ കെയർ കഴിഞ്ഞു കേട്ടോ. അപ്പൊ സ്കിൻ കെയർ അല്ല, സോറി, ഹെയർ കെയർ. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ അണ്ടർ ആം ക്രീം, പിന്നെ നമ്മുടെ ക്രീം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ബോഡി മോയ്സ്ചറൈസർ, ബോഡി സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ചെയ്ത സെയിം സ്റ്റൈൽ ഞാൻ പിന്നെയും കാണിക്കുന്നൊന്നുമില്ല. ആകെ എക്സ്ട്രാ വരുന്നത് ഈ ഹെയർ സീറം മാത്രമാണ്. അപ്പൊ അതും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ അതോടെ ഞാൻ നമ്മുടെ വ്ളോഗും ഇന്ന് മൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. വ്ളോഗ് എന്ന് വെച്ചാൽ മോർണിംഗ് റുട്ടീൻ 12 മണി കഴിഞ്ഞു. സോ മോർണിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളുടെ റുട്ടീൻ ഞാനിവിടെ ഒരു മിനിറ്റ്. അപ്പൊ അത് ഞാൻ വീണ്ടും കോൾ ഒന്നാണ് എൻ്റെ ഇടയിൽ. അപ്പൊ ഞാൻ വീണ്ടും ഇനിയിപ്പോൾ ഇത് തന്നെ ഇട്ട് കാണിക്കുന്നില്ല. അപ്പൊ അതോടെ നമ്മളുടെ മോർണിംഗ് റുട്ടീൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനിയും വ്ളോഗായിട്ടും റുട്ടീൻസ് ആയിട്ടും എന്തൊക്കെയാണ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഞാൻ വ്ളോഗോട് മൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഊണ് കഴിച്ചതിന് ശേഷം നമ്മൾ മാവിനെ കുറച്ച് ഉറക്കും, പിന്നെ നമ്മൾ ഷൂട്ടിങ്ങിന് പോകും. അങ്ങനത്തെ നമ്മളുടെ യൂഷ്വൽ റൂട്ട്. ഇപ്പൊ ഒരു 5 ദിവസമായിട്ട് നമ്മൾ ഷൂട്ടൊന്നും ചെയ്യാണ്ട് സ്കിന്നിന്റെ റെസ്റ്റിലായിരുന്നല്ലോ. സ്കിൻ കംപ്ലീറ്റ്ലി ഹീലായിട്ടില്ലായിരുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ പാച്ചും കൂടി ഉണ്ട്, അതും കൂടി ആക്ച്വലി മാറണം. പക്ഷെ എനിക്ക് അവിടെ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്, സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അത് ചെയ്യണം എനിക്ക്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ മോർണിംഗ് റൂട്ടീൻ ഇവിടെ തീരാണ്. ഐ പ്രോമിസ് നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും വർക്ക്ഔട്ട് റൂട്ടീൻ എന്തായാലും കാണിക്കാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ ട്രൈപോഡ് എടുക്കാൻ മറന്നുപോയി പറ്റിപ്പോയിരുന്നു. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ടൈം നമ്മൾ മോർണിംഗ് റുട്ടീനകത്ത് നമ്മൾ വ്ളോഗിനകത്തും വർക്ക്ഔട്ട് റുട്ടീൻ കാണിക്കുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ടാണ്. നെക്സ്റ്റ് വീഡിയോ ബൈ.